അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ നിറവേറാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഠിച്ച റബ്ബിനോട് നമ്മൾ ഓരോ അമലൊക്കെ ചെയ്ത് ദുആ ചെയ്യുമ്പോൾ നമുക്കതിനുള്ള ഫലം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറാൻ ഉള്ള ആ ഒരു സമയത്തിലേക്ക് നമുക്ക് എളുപ്പം നമുക്ക് എത്താനും കഴിയും. അതുപോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് പഠിച്ച റബ്ബ് മാറ്റി കിട്ടും. നമ്മുടെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും. അത് ഉറപ്പാണ്. ഈ ലോകത്ത് എല്ലാം പഠിച്ചതും അതുപോലെ എല്ലാം തരുന്നതും നമുക്ക് പഠിച്ച റബ്ബാണ്. പഠിച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദുആ ചെയ്ത് പഠിച്ച റബ്ബിനോട് ചോദിച്ചോളി എന്ന്. അപ്പോൾ നമ്മൾ ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം തരും. അതുപോലെ തെറ്റുകൾ പറ്റിപ്പോയെങ്കിൽ നമ്മൾ ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യണം. നമ്മൾ ഏത് ദിക്റ് ചൊല്ലുമ്പോഴും നമുക്കതിന് ഉത്തരം പഠിച്ച റബ്ബ് തരും എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിൽ വേണം. എന്നിട്ട് ആ ഒരു ദിക്റ് ചൊല്ലുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. നിങ്ങൾ ഈ ഒരു ദിക്റ് ചെല്ലാനായിട്ട് അർദ്ധരാത്രിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയമെങ്കിൽ നിങ്ങൾക്ക് ഫലം ഉറപ്പായിരിക്കും, ഫലം ഇരട്ടിയായിരിക്കും. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിട്ട് നിങ്ങളൊരു 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുക. നിങ്ങൾക്ക് ഏത് ഇസ്തിഗ്ഫാറും ചൊല്ലാം. നിങ്ങൾക്കറിയാവുന്ന ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അൽ അലീം എന്ന് ചൊല്ലിയാലും മതി. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 വട്ടമെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തെറ്റുകളെ പുറത്തു തരാൻ വേണ്ടി പറയുക. എന്നിട്ട് നിങ്ങൾ കിബിലക്ക് മുന്നിട്ട് ഇരുന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം പറയുക. എന്നിട്ട് നബീൻ്റെ ഹളറത്തിലേക്ക് നിങ്ങളൊരു 13 അല്ലെങ്കിൽ 33 നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് നിങ്ങൾ കിബിലക്ക് മുന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പടച്ച റബ്ബിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് അങ്ങ് പറയുക, ആ ചെയ്യുക. എന്നിട്ട് പടച്ച റബ്ബേ, എൻ്റെ ഈ ഒരു ആവശ്യം നീ എളുപ്പമാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ദിക്റ് 313 തവണ നിങ്ങൾ ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നിങ്ങൾ ആരോടും സംസാരിക്കാതെ 313 തവണ നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് യാ ഹയ്യു യാ ഖയ്യൂമു എന്ന ദിക്റാണ്. ഈ ഒരു ദിക്റ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ശേഷം നിങ്ങൾ നബിൻ്റെ ഹളറത്തിലേക്ക് ഒരു 13 സ്വലാത്തും ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് ദുആ ചെയ്യുക. മനസ്സറിഞ്ഞ് അള്ളാഹു മുന്നിലുണ്ട്, നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്, അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് എന്നൊരു ബോധത്തോട് കൂടിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കരയാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും ഉത്തമം. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമുക്ക് ഫലം ഇരട്ടിയായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിലേക്കുള്ള എളുപ്പം പടച്ച റബ്ബ് തരും, ദുആ സ്വീകരിക്കും. ഇങ്ങനെ ഒരു ദിവസം ചെയ്ത് നിങ്ങൾ ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കരുത്. നിങ്ങൾ അത് പിറ്റേന്നും അതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പടച്ച റബ്ബ് നിങ്ങൾക്ക് എളുപ്പം തരും. കടം വീടാൻ സഹായിക്കും. അതുപോലെ വീട് വയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ചൊല്ലിയാൽ വീട് കിട്ടും. ആഗ്രഹം എന്തുമാവട്ടെ നമ്മൾ പടച്ച റബ്ബിനോട് പറയുക. ഉറപ്പായിട്ടും പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹം കേൾക്കാനായിട്ട് ദുആ ചെയ്യുന്നത് കേൾക്കാനായിട്ട് റെഡിയായിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നത് പടച്ച റബ്ബ് നമുക്ക് തരും. നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ അത് നമ്മൾ തൗബ ചെയ്യുന്നത് കേൾക്കാനായിട്ട് പടച്ച റബ്ബ് കാത്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ബോധം നമുക്ക് വേണം, പടച്ച റബ്ബ് നമുക്കെല്ലാം തരും എന്നുള്ളത്. നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം തരും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പ്രയാസപ്പെടുന്നവർക്ക് ഇതൊക്കെ ഉപകാരമായി കിട്ടും. അതിന് കാരണം നിങ്ങളുമാവും, നിങ്ങൾക്കും പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.